ഇൻഡിവിജ്വൽ ഫൈബേഴ്സ് പിരിച്ചിട്ട് സ്ട്രാൻഡ്സ് ആക്കിയിട്ടാണ് നമ്മൾ റോപ്പ് ഉണ്ടാക്കുക. ഇനി ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹെമ്പ്, കോട്ടൺ, മനില, സ്റ്റീൽ ആൻഡ് സിന്തറ്റിക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് റോപ്പ്. ഇത്രയും മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാം. ഹെമ്പ്, കോട്ടൺ, മനില ഇതെല്ലാം നമുക്ക് എന്താ നാച്ചുറൽ മെറ്റീരിയൽ അല്ലേ. പിന്നെ സ്റ്റീലും സിന്തറ്റിക് മെറ്റീരിയലും നമുക്ക് എന്ത് ചെയ്യാം, കയറുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. മനില ആൻഡ് ഹെമ്പ് റോപ്സ് ആർ മാനുഫാക്ചർഡ് ഫ്രം ദി ഫൈബർ ഓഫ് വൈൽഡ് ബനാന പ്ലാന്റ്. ഈ വായിച്ച സെൻറ്റൻസിൽ നിന്നാണ് 2 തവണ പ്രീവിയസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ വൈൽഡ് ബനാന പ്ലാന്റ് എന്ന സ്ട്രാൻഡിൽ നിന്നാണ് നമുക്ക് ഏതൊക്കെ റോപ്പ് ഉണ്ടാക്കുന്നത്, മനില ആൻഡ് ഹെമ്പ് റോപ്പ് നിർമ്മിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. മനില, ഹെമ്പ് റോപ്പ് വൈൽഡ് ബനാന പ്ലാന്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ വാഴയുടെ നാരെടുത്തിട്ട് എന്ത് ചെയ്യും, പുല്ലൊക്കെ കെട്ടാറുണ്ടല്ലേ. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വല്ലാണ്ട് ലോഡ് കൊടുക്കാൻ പറ്റത്തില്ല. മനില ആൻഡ് ഹെമ്പ് റോപ്സ് ആർ യൂസ്ഡ് ഫോർ ലൈറ്റ് ഡ്യൂട്ടി ഹോയിസ്റ്റിംഗ്. ഓക്കെ ആണോ? ഇനി നമ്മളൊരു കയർ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അവോയ്ഡ് റണ്ണിങ് ദി റോപ്പ് ഓവർ ഷാർപ്പ് എഡ്ജിൻ്റെ മുകൾക്ക്. ഇപ്പോൾ നമ്മൾ പാരപ്പറ്റിൻ്റെ മുകളിൽ കൂടെ വലിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചുമരിൻ്റെ മുകൾക്ക്, അല്ലെങ്കിൽ ഒരു കോർണറിനൊക്കെ വലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്ട്രാൻഡ്സ് പൊട്ടിപ്പോഴും. റോപ്പ് ഷുഡ് ബി കെപ്റ്റ് ഡ്രൈ ബിക്കോസ് മോയ്സ്ചർ ഹാസ്റ്റൻസ് ദെയർ ഡീക്കെ. ഒരു പെട്ടെന്നൊന്നും ചെയ്യാനുള്ള ഇതുണ്ടാവും. നാച്ചുറൽ മെറ്റീരിയൽ ആവുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പരമാവധി എന്ത് ചെയ്യുക, മോയ്സ്ചർ ഒഴിവാക്കി വെക്കുക. ഹാങ് വെറ്റ് റോപ്പ് ലൂസ്ലി ഇൻ ആൻ ഏരിയ വെർ ഇറ്റ് ക്യാൻ ഡ്രൈ ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ്. ഇങ്ങനത്തെ റോപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെക്കുക തന്നെ വേണം. അവോയ്ഡ് ഡ്രാഗിങ് ഓഫ് റോപ്പ് ഓവർ കോൺക്രീറ്റ്, ഗ്രാവൽ ആൻഡ് അതർ റഫ് സർഫസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നമ്മൾ വലിച്ചു കഴിച്ചാൽ എന്ത് ചെയ്യും, സ്ട്രാൻഡ്സിന് കേടുപാടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫ്രോസൺ റോപ്പ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് അൺടിൽ ഇറ്റ് ഈസ് തോഡ്. നമ്മൾ ഫ്രോസൺ റോപ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പാടില്ല ആ അവസ്ഥയിൽ. ഇനി വയർ റോപ്പ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മനില ആൻഡ് ഹെമ്പ് റോപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇതാണ് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി വയർ റോപ്പ് ഓർ കേബിൾസ് ആർ ബിൽട്ടപ്പ് ഓഫ് സ്റ്റാൻഡ്സ് ഓഫ് വയേഴ്സ് ഹെൽഡ് ടുഗദർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഓപ്പോസിറ്റ് ട്വിസ്റ്റ് വിച്ച് ഫോം ദി റോപ്പ്. നമ്മൾ ഇഴകൾ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. അതെല്ലാവരും കയർ കണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. സ്റ്റാൻഡേർഡ് വയർ റോപ്പ് ഈസ് മെയ്ഡ് ഫ്രം സ്റ്റാൻഡേർഡ് എങ്കോം പാസിംഗ് എ സിംഗിൾ കോർ. വയർ റോപ്പ് ആർ യൂസ് ഫോർ ഹെവി ഡ്യൂട്ടി ഹോയിസ്റ്റിംഗ്. നമ്മൾ നാച്ചുറൽ അല്ല, ഇത് വയർ റോപ്പാണ്. അപ്പോൾ ഹെവി ഡ്യൂട്ടി വർക്ക് നമുക്ക് ഉപയോഗിക്കാം. മനില ഹെമ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് ഡ്യൂട്ടിക്ക് പറ്റുള്ളൂ. വെൻ ദി വയർ സ്റ്റാൻഡ്സ് ആർ ട്വിസ്റ്റഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ ദി റോപ്പ് ഈസ് നോൺ ആസ് ലാങ് റേ റോപ്പ്. ഇതാണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഈ ഒരു ഫസ്റ്റ് ചിത്രം നോക്കി നോക്കൂ. ഇതെല്ലാ സ്റ്റാൻഡും ഒരേ ഡയറക്ഷനിലാണ് നമ്മൾ പിരിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനത്തെ വിളിക്കുന്ന പേരാണ് ലാങ് ലേ റോപ്പ്. സോറി. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഇതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. രണ്ടാമത്തെ, വെൻ ട്വിസ്റ്റഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇറ്റ് ഈസ് നോൺ ആസ് റെഗുലർ ലേ റോപ്പ്. ഇതാകുമ്പോൾ എന്ത് ചെയ്തു, ഇത് നോക്കി നോക്കൂ. ഒന്ന് ഈ വയറുത ഇങ്ങോട്ട് പോകുന്നുണ്ട്, മറ്റേ നേരെ ഓപ്പോസിറ്റ്. ഒരു ഇഴയുടെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ സ്റ്റാൻഡ് എന്നെങ്കിൽ അതിനെന്ത് വിളിക്കും, നമ്മൾ റെഗുലർ ലേ റോപ്പ് എന്ന് വിളിക്കും. എല്ലാ സ്റ്റാൻഡും ഒരേ ഡയറക്ഷനിലാണ് എന്ത് വിളിക്കും, നമ്മളതിനെ ലാങ് ലേ റോപ്പ് എന്ന് വിളിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അതിൻ്റെ കോമ്പിനേഷൻ വരികയാണെങ്കിൽ ദി കമ്പൈൻഡ് ലേ റോപ്പ് ഈസ് ഇതിന് രണ്ടിന് കോമ്പിനേഷനാണ് അത് ഈ മൂന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെയും ഒരേപോലെയാണ്. പക്ഷേ ഇവിടുന്ന് കണ്ടോ ഡയറക്ഷൻ മാറുന്നത് കണ്ടോ. അപ്പോൾ ഇത് കമ്പൈൻ ഫോമാണ് ഇത്. അപ്പോൾ ഇതാണ് ചോദിച്ചുള്ളത്. ലാങ് ലേ റോപ്പും അതുപോലെ തന്നെ റെഗുലർ ലേ റോപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ടും മാറിപ്പോകാതിരിക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ റോപ്പ് ഇൻസ്പെക്ഷൻ ആണ് കേട്ടോ. ഇതാണ് അടുത്ത പോയിന്റ്. ഇൻസ്പെക്ട് റോപ്പ് ഫ്രീക്വൻ്റ്ലി ഫോർ ഡാമേജ്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡാമേജിന് വേണ്ടി ഇൻസ്പെക്ട് ചെയ്യണം. സർഫസ് ഇൻസ്പെക്ഷൻ വിൽ റിവീൽ ബ്രോക്കൺ ഓർ വേൺ ഔട്ട് സ്റ്റാൻഡ്സ് പൊട്ടുക, ഇഴകൾ പൊട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കാറുണ്ടല്ലേ, മരം കയറുന്ന ആൾക്കാരൊക്കെ നോക്കാറുണ്ട്. ഫോർ ഇൻറ്റീരിയർ ഇൻസ്പെക്ഷൻ ട്വിസ്റ്റ് ദി റോപ്പ് ഇൻ ദി ഓപ്പ്. ഇത് ഈ പോയിൻ്റാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നേരെ ഓപ്പോസിറ്റ് നമ്മൾ രണ്ട് കൈയും പിടിച്ചിട്ട് എന്ത് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് തിരിച്ചാൽ എന്ത് ചെയ്യും, ഈ കൂടി ചേർന്ന ഇഴകൾ എന്ത് ചെയ്യും, വിട്ടുപോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ കാണാൻ പറ്റും. നമ്മൾ ചെയ്യാറുണ്ടല്ലേ. ദിസ് വിൽ ഓപ്പൺ അപ്പ്, അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ഓപ്പൺ അപ്പ് ആൻഡ് സെപ്പറേറ്റ് ദി സ്റ്റാൻഡ്സ് സോ ദാറ്റ് ദി ഇൻറ്റീരിയർ ഫൈബേഴ്സ് കാൻ ബി എക്സാമിൻഡ്. നമ്മൾ രണ്ട് കൈയിലും എന്ത് ചെയ്യും, പിടിക്കും. ഇത് ഇവിടെ ഒരു കൈ പിടിക്കും, ഇവിടെ ഒരു കൈ പിടിക്കും, ഇവിടെ ഒരു കൈ പിടിക്കും. WPS ഓഫീസാണെങ്കിൽ വരക്കാൻ പറ്റത്തുള്ളേ. ഇവിടെ ഒരു കൈ പിടിക്കും, ഇവിടെ നമ്മളൊരു കൈ പിടിക്കും. എന്നിട്ട് നേരെ ഇതിപ്പോൾ ഇങ്ങോട്ടല്ലേ തിരിച്ചിരുന്നത്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, കൈ തിരിച്ച് കഴിഞ്ഞാൽ ഈ ഇഴകൾ എന്ത് ചെയ്യും, അവിടുന്ന് അകലുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് കാണാം.
ഇനി അടുത്ത സിലബസിലുള്ള പോയിൻ്റാണ് നെയിം ഓഫ് ദി നോട്ടും അതിൻ്റെ യൂസും. നിങ്ങൾ ഈ ചിത്രം ഒന്നും PSC പോയിന്റിൽ പഠിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, പേര് പഠിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കുക, അതിൻ്റെ പ്രത്യേകത പഠിക്കുക. അല്ല, ഒന്നാമത്തെ നമ്മൾ കെട്ടുകൾ പല രീതിയിലുണ്ടല്ലേ. അപ്പോൾ ഒന്നാമത്തെ ബോ ലൈൻ നോട്ട്. ആ പേര് പഠിക്കുക. ബോ ലൈൻ നോട്ടാണ്. ബോ ലൈൻ കെട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്, നോൺ സ്ലിപ്പിംഗ് ഐ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് ഈസി ടു അൺടൈ, പെട്ടെന്ന് കെട്ട് അയച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ബോ ലൈൻ എന്താണ്, പെട്ടെന്ന് കെട്ട് അയച്ചെടുക്കാൻ എളുപ്പമാണ്. എന്താണ്, നോൺ സ്ലിപ്പിംഗ് ഐ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ക്ലോ ഹിച്ച് നോട്ട് ഇതാണെന്നുണ്ടെങ്കിൽ സെക്യൂർ റോപ്പ് ടു പൈപ്പ് ഓർ പോസ്റ്റ്. ഒരു പൈപ്പിലേക്ക് പോസ്റ്റ്, ഇത് ചിത്രം കണ്ടില്ലേ, പൈപ്പിലേക്ക് പോസ്റ്റിലേക്ക് നമ്മൾ കെട്ടുന്ന നോട്ടാണിത്. ക്ലൗ ഹിച്ച് നോട്ട്. റോപ്പ് പൈപ്പിലേക്കോ പോസ്റ്റിലേക്കോ ഒരു കമ്പിയിലേക്കോ കെട്ടുന്ന നോട്ടാണിത് ക്ലൗ ഹിച്ച് നോട്ട്. ഇനി അടുത്തത് സ്ക്വയർ നോട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവട്ടെ. ഇതാണ് ചിത്രം. ജോയിൻസ് 2 pieces ഓഫ് റോപ്പ് ഓഫ് ഈക്വൽ ഡയാമീറ്റർ സ്ലിപ്പ്. ഇത് എത്തോളൂ കേട്ടോ. 2 pieces ഓഫ് സ്ലിപ്പ് ഇഫ് റോപ്പ് ഈസ് വെറ്റ്. അതായത് എന്ത് ചെയ്യും, ഇത് ഈക്വൽ ഡയാമീറ്ററുള്ള 2 കയറാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ കെട്ടിയെടുക്കുക. ഇത് എപ്പോൾ റോപ്പ് നനഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ ഒരു പേര് പഠിക്കുക, സ്ക്വയർ നോട്ടിൻ്റെ പേര് പഠിക്കുക, അതിൻ്റെ അപ്ലിക്കേഷൻ പഠിക്കുക. ഇനി അടുത്തത് ഷീപ്പ് ഷാങ്ക് നോട്ട്. പേരുകൾ പഠിക്കുക കേട്ടോ. എൻ്റെ യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഷോർട്ടനിങ് എ റോപ്പ് വിത്തൗട്ട് കട്ടിങ്. അതായത് ഇപ്പോൾ നമുക്ക് നല്ല നീളമുള്ളൊരു കയറുണ്ട് എഴുതിക്കോ, അത്രയും നമുക്ക് നീളം വേണ്ട, എന്നാൽ മുറിക്കാനും പറ്റത്തില്ല. പുതിയ റോപ്പാണ്, മുറിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നോട്ട് ഇട്ട് എന്ത് ചെയ്യും, അതിൻ്റെ വലിപ്പം കുറക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് സ്ലിപ്പ് നോട്ട്. യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് ലൈറ്റ് നോട്ട്. ലൈറ്റ് ലോഡൊക്കെ നമുക്ക് ഉയർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലിപ്പ് നോട്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഡബിൾ ഹിച്ച് നോട്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്യൂർ റോപ്പ് ടു സ്മാൾ പൈപ്പ് ഓർ റിംഗ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ടേബിൾ പഠിക്കുക, ആപ്ലിക്കേഷൻ പഠിക്കുക. ഈ ഒരു ടേബിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഇവിടുന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഹോയിസ്റ്റിംഗ് എക്യുപ്മെൻ്റ് ആണ്, അത് നമുക്ക് നോക്കാം. ഇനി അടുത്തതാണ് കാവിറ്റേഷൻ. കാവിറ്റേഷൻ്റെ ക്ലാസ് നമ്മൾ എടുത്തതാണ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. വെൻ എ പമ്പ് റൺസ് ഫോർ ഹൈ സക്ഷൻ ലിഫ്റ്റ്. ഒരുപാട് സക്ഷൻ ലിഫ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാക്കം, ലാർജ് വാക്കം ഈസ് ഡെവലപ്ഡ് അറ്റ് ദി പമ്പ് ഇൻലെറ്റ്. പമ്പിൻ്റെ ഇൻലെറ്റിൽ എന്ത് ചെയ്യും, ഒരുപാട് വാക്കം ഉണ്ടാവും. അതായത് ഒരുപാട് അടിയിൽ നിന്നല്ല എടുക്കുന്നത്, അപ്പോൾ അത്രത്തോളം വാക്കം ഉണ്ടാവും. ഇഫ് ദി വാക്കം പ്രഷർ എക്സീഡ്സ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ, 77 meters ഓഫ് വാട്ടർ കമൻസസ് ടു വാപ്പറൈസ് ആൻഡ് കോസ് വാട്ടർ ബബിൾ. ഇത് 77 അടിനേക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വെള്ളം തിളക്കാൻ തുടങ്ങും. അതായത് പ്രഷർ നമുക്കറിയാലേ, പ്രഷറിൻ്റെ നമ്മൾ റേഡിയേറ്ററിൻ്റെ പ്രിൻസിപ്പിളൊക്കെ അല്ലേ, റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് അടക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി പ്രഷർ നമ്മളെ തളനില കൂടുന്നൊക്കെ അറിയില്ലേ, സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓക്കെയാണോ, വെള്ളം എന്ത് ചെയ്യും, തിളച്ച് നീരാവിയാകാൻ തുടങ്ങും. എന്നിട്ട് വെൻ ദീസ് ബബിൾസ്, എന്നിട്ട് അങ്ങനെ ബബിൾസ് ഉണ്ടാവും, വാട്ടർ ബബിൾസ് ഉണ്ടാവും, നീരാവിയായിട്ട് വാട്ടർ ബബിൾസ് ഉണ്ടാവും. വെൻ ദീസ് ബബിൾസ് മൂവ്സ് ഫ്രം ദി ലോ പ്രഷർ സൈഡ്, എന്നിട്ട് സക്ഷൻ സൈഡിൽ ലോ പ്രഷറാണ്, ഡിസ്ചാർജ് സൈഡിൽ ഹൈ പ്രഷർ അല്ലേ, ആ കൺവേർഷൻ സൈഡിൽ അതായത് ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ ഈ ബബിളല്ലേ പെട്ടെന്ന് എന്ത് ചെയ്യും, കുമിള പൊട്ടും. ദേ ഹിറ്റ് ദി വാൽവ്സ് ആൻഡ് മേ ഡാമേജ് ദി വാൽവ്. അവർ വാൽവിനെയും മറ്റേ ഇമ്പല്ലകളൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യും, അത് ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ട്. ദിസ് ഡാമേജിങ് ആക്ഷൻ ഈസ് കാൾഡ് പിറ്റിംഗ്. ഇതാണ് പിറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പിറ്റിംഗ് ആണ്. ബിക്കോസ് ഓഫ് ദിസ് വൈബ്രേഷൻ നോക്കിംഗ് വിൽ ഒക്കർ. ഈ വൈബ്രേഷൻ കാരണം ഭയങ്കര നോക്കിംഗ് ഉണ്ടാവും. ബിക്കോസ് ഓഫ് ഹൈ വാക്വം the formation of bubbles at low pressure side and collapsing at high pressure side of pump is called cavitation. ഈ ഹൈ വാക്വം കാരണം ഇങ്ങനെ ബബിൾസ് ഉണ്ടാവുകയും അത് ലോ പ്രഷർ സൈഡിൽ ബബിൾസ് ഉണ്ടാക്കുകയും അത് ഹൈ പ്രഷർ സൈഡിൽ കൊളാപ്സ് ചെയ്യണമെന്ന് വിളിക്കുന്ന പേരാണ് എന്ത്, കാവിറ്റേഷൻ. അതായത് ഹൈ വാക്വം കാരണം വാട്ടർ വേപ്പായിട്ട് മാറുകയും ബബിൾസ് ഉണ്ടാവുകയും ചെയ്യും. ഇത് നടക്കുന്നത് ലോ പ്രഷർ സൈഡിലാണ്, അതായത് സക്ഷൻ സൈഡിലാണ്. പക്ഷേ ഇത് ഡിസ്ചാർജ് സൈഡിലേക്ക്, അതായത് ഹൈ പ്രഷർ സൈഡിലേക്ക് വരുമ്പോൾ ഈ ബബിൾസ് എന്ത് ചെയ്യും, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പൊട്ടിത്തെറിക്കുമ്പോൾ ഒരുപാട് പിറ്റിംഗ് ആക്ഷനൊക്കെ നടക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഹൈ പ്രഷർ സൈഡിൽ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ രണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ്, എന്നിട്ട് പൊട്ടിത്തെറിച്ച് കൊളാപ്സ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് കാവിറ്റേഷൻ. ഓക്കെയാണോ. ഇതുണ്ടാക്കുന്ന ഡാമേജിങ് ആക്ഷനെ വിളിക്കുന്ന പേരാണ് പിറ്റിങ്. ഇനി റീസൺ ഫോർ കാവിറ്റേഷൻ. കാവിറ്റേഷൻ്റെ കാരണങ്ങൾ കേട്ടോ. എന്താണ്,
റിഡക്ഷൻ ഓഫ് പ്രഷർ അറ്റ് ദി സക്ഷൻസ് നോസിൽ. ഓക്കെയാണ്, ശരിയാണ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി ലിക്വിഡ്, അതും നല്ല ചൂട് ടൈമിലാണെങ്കിൽ ഇത് വാപ്പറൈസ് ചെയ്യാൻ ഒന്നുകൂടി സിമ്പിളാണ് അല്ലേ, അതൊക്കെ ആലോചിച്ചാൽ മതി. ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് ഫ്ലോ, റിഡക്ഷൻ ഓഫ് ദി ഫ്ലോ ഡ്യൂ ടു ചേഞ്ച് ഇൻ വിസ്കോസിറ്റി ഇൻ ദി ലിക്വിഡ്. ഈ 4 കാരണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇഫക്റ്റ് ഓഫ് കാവിറ്റേഷൻ, പിറ്റിംഗ് മാർക്ക് ഓൺ ദി ഇംബെല്ലർ ബ്ലേഡ്സ് ആൻഡ് ഓൺ ദി ഇൻറ്റേർണൽ വൊല്യൂഡ് കേസിംഗ് വളരെ കേസ്. ഈ കേസിങ്ങിനെ വിളിക്കുന്ന വേണമെന്ത്, വൊല്യൂഡ് കേസിംഗ് അല്ലേ. ഇനി അടുത്തത് പ്രിമച്വർ ബിയറിംഗ് ഫെയിലിയർ, ഇങ്ങനെ പൊട്ടിത്തെറിക്കലും വൈബ്രേഷൻ കാരണം എന്ത് ചെയ്യും, ബിയറിംഗും ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ട്. ഷാഫ്റ്റ് ബ്രേക്കേജ് അതെ ഉണ്ടാവും. അതർ ഫറ്റീഗ് ഫെയിലിയേഴ്സ് ഇൻ ദി പമ്പ്, പ്രിമച്വർ മെക്കാനിക്കൽ ഫെയിലിയർ. അപ്പോൾ കാവിറ്റേഷൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമ്മുടെ പിറ്റിംഗ് ആക്ഷൻ, പിറ്റിംഗ് ആക്ഷന് ഇതിൻ്റെ ഡാമേജിങ് ആക്ഷനാണെന്ന് കൂടി എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഇനി അടുത്തതാണ് റേഡിയൽ പമ്പ്. റേഡിയൽ പമ്പ് എവിടെ ഉപയോഗിക്കുക, ഹൈ പ്രഷർ ആൻഡ് ഫോർ ലോ ഫ്ലോ റേറ്റ്, അത് അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, റേഡിയൽ പമ്പ് ഉപയോഗിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റോട്ടർ ഡിസൈൻ ഇൻ പമ്പ് മോട്ടർ. പമ്പ് മോട്ടോറിൽ നമ്മൾ സ്റ്റേറ്ററും റോട്ടറും ഉപയോഗിക്കൂലേ, അപ്പോൾ അതിലെ കറങ്ങുന്ന ഭാഗമായിട്ടുള്ള റോട്ടറിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിസൈൻ ഏതാണെന്ന് ചോദിക്കുന്നത്. സ്ക്വിറൽ ഗേജ് ആണോ, കേസ്ഡ് ആണോ, ക്ലോ റോട്ടർ ആണോ, അതോ ഇതൊന്നും അല്ലേ എന്ന് ചോദിക്കുന്നത്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം ഏതാണ്, സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടറാണ് കേട്ടോ ഉപയോഗിക്കുക. എന്തുകൊണ്ട് അതിൻ്റെ പേര് വന്ന് ആ കൂടിൻ്റെ രൂപം അങ്ങനെ ആയതുകൊണ്ടാണ് അതിൻ്റെ പേര് വന്നത്. രണ്ടാമത്തെ, വിച്ച് എമംഗ് ദി ഫോളോയിങ് കമ്പോണൻറ്റ് ഈസ് മെഷീൻഡ് ടു റെഡ്യൂസ് ഇസ് ഡയമെൻഷൻ ടു പ്രിവെൻറ്റ് മോട്ടോർ ഓവർലോഡിങ്. എന്തുകൊണ്ടാണ്, ഏത് കമ്പോണൻ്റാണ് നമ്മൾ അതിൻ്റെ മോട്ടറിൻ്റെ ഓവർലോഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ഡയമെൻഷൻസും അതിൻ്റെ ഓരോ ഡയമെൻഷൻസും നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോട്ടറിൻ്റെ ഓവർലോഡിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാണ്, ഗിയേഴ്സ് ആണോ, ഇമ്പല്ലർ ആണോ, ലോബ്സ് ആണോ, ട്യൂബ്സ് ആണോ? ഈ ഒരു ചോദ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ വരിക, അതിൻ്റെ ഇമ്പല്ലർ. ആ ഇമ്പല്ലറിൽ തട്ടിയിട്ടാണ് നമ്മളെ കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും കൺവേർഷനൊക്കെ നടന്നിട്ടാണ് നമ്മൾ ഹെഡ് ഉയർന്ന് വാട്ടർ ഹെഡ് ഉയർന്നിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പല്ലറാണ് മോട്ടോർ ഓവർലോഡിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡയമെൻഷൻ വളരെയധികം റെഡ്യൂസ് ചെയ്യുന്നത്. ഇനി 3, വിച്ച് എമംഗ് ദി ഫോളോയിങ് പമ്പ് ദി പ്രഷർ എനർജി ഓഫ് വാട്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ പിസ്റ്റൺ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ. ഏത് ടൈപ്പ് പമ്പിലാണ് നമ്മളെ വാട്ടറിൻ്റെ പ്രഷർ എനർജി ഉണ്ടല്ലോ, ഒരു പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ആ മൂവ്മെൻറ്റ് കാരണം വാട്ടറിൻ്റെ പ്രഷർ എനർജി കൺവേർട്ട് ആവുന്നത് ഏത് പമ്പിലാണെന്നാ. ഓപ്ഷൻ വൈസ് ഏറ്റവും സിമ്പിളാണല്ലേ, ഏതാണ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ, പിസ്റ്റൺ ഉപയോഗിക്കത്തുള്ളൂ. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ തന്നെ നമുക്ക് സിംഗിൾ ആക്ടിങ്ങും ഡബിൾ ആക്ടിങ്ങും കൂടി ഉണ്ട്. പിന്നെ അതിൽ എയർ വെസൽസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി, പിന്നെ അതിൻ്റെ വാൽവിൻ്റെ പ്രത്യേകത അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് സോഴ്സ് ഓഫ് പവർ ഇൻ ഡയഫ്രം പമ്പ്. ഡയഫ്രം പമ്പിൽ പവറിൻ്റെ സോഴ്സായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക എന്ന് ചോദിക്കണം കേട്ടോ. ഡയഫ്രം പമ്പിൽ ഏതാ ഉപയോഗിക്കുക, കംപ്രസ്ഡ് എയറാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ ആണോ, ആ ഡയഫ്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസ്ഡ് എയറാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇതും ഓപ്ഷൻസ് വൈസ് സിമ്പിളാണ്. അഞ്ചാമത്തെ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് പമ്പ് ഈസ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ്സ് ആൻഡ് അതർ റിലേറ്റഡ് സബ്സ്റ്റൻസ്. നമ്മളിപ്പോൾ ഫാക്ടറീസിലൊക്കെ ഇച്ചിരി കട്ടി കൂടിയ അല്ലെങ്കിൽ അത്യാവശ്യം ബൾക്കി പോലെ തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പമ്പ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇൻറ്റേർണൽ ഗിയർ പമ്പ്, എക്സ്റ്റേണൽ ഗിയർ പമ്പ്, സെൻട്രിഫ്യൂജൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. നമുക്കറിയാം ഈ സെൻട്രിഫ്യൂജൽ പമ്പ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഒന്നും നമ്മളെന്തില്ല അങ്ങനെ ഉപയോഗിക്കാറില്ല. ഏതാണ്, ഇൻറ്റേർണൽ ഗിയർ പമ്പാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇൻറ്റേർണൽ ഗിയർ പമ്പാണ് നമ്മൾ ഉപയോഗിക്കുക. വിസ്കോസിറ്റി കൂടിയ ഐറ്റംസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചോക്ലേറ്റ് പൾപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏതാ, ഇൻറ്റേർണൽ ഗിയർ പമ്പാണ് കേട്ടോ അതിൽ. ഇനി നമ്മൾ ചില വാഹനങ്ങളിൽ എക്സ്റ്റേണൽ ഗിയർ പമ്പ് പണ്ട് ഉപയോഗിച്ചിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് പമ്പ് ഈസ് യൂസ്ഡ് ഇൻ വാക്വം പമ്പ്. വാക്വം പമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെയിൻ പമ്പാണോ, ഗിയർ പമ്പാണോ, റെസിപ്രോക്കേറ്റിംഗ് പമ്പാണോ, ഇമ്പല്ലർ പമ്പാണോ ചോദിക്കുന്നത്. വാക്വം പമ്പിൽ ഉപയോഗിക്കുന്നത് ഏതാണ്, നമ്മൾ വെയിൻ പമ്പാണ് കേട്ടോ. വെയിൻ പമ്പാണ് നമ്മൾ വാക്വം പമ്പായിട്ട് ഉപയോഗിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫാക്ടർ മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ടു പ്രിവെൻറ്റ് കാവിറ്റേഷൻ ഓൺ ദി സർഫസ് ഓഫ് ദി പമ്പ്. ഏത് ഫാക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ കാവിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്.
ഒന്ന് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്, വേപ്പർ പ്രഷർ, സാച്ചുറേഷൻ ടെമ്പറേച്ചർ, ഓൾ ഓഫ് ദീസ്. നമുക്കറിയില്ല ആ നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി യൂസ് ഓഫ് ഡോട്ടഡ് ലൈൻസ്. ഇത് ഗ്രാഫിക്സ് ആണ് കേട്ടോ, ഇതും ഗ്രാഫിക്സ് ആണ്. അത് നമുക്ക് ഇതില്ല. ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ, വുഡ് റഫ് കീ പെർമിറ്റ് മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് ദി ഹബ്. ഈ വുഡ് റഫ് കീ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹാഫ് മൂണിൻ്റെ ഷേപ്പിലായിരിക്കും, അടിഭാഗം നല്ല ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും, നമ്മുടെ ഹാഫ് സർക്കിളിൻ്റെ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഈ വുഡ് റഫ് കീ ഏത് മൂവ്മെൻറ്റാണ് പെർമിറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നത്? ആക്സിൽ മൂവ്മെൻ്റ് ആണോ, റേഡിയൽ മൂവ്മെൻ്റ് ആണോ, എക്സെൻട്രിക് ആണോ, ട്രാൻസ്വേഴ്സ് ആണ്? നമ്മളെ IC എഞ്ചിനിലും പമ്പിലൊക്കെ നമുക്ക് ഈ ഒരു കീ ഇടയ്ക്ക് വരാറുണ്ട്. IC എഞ്ചിനിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ വരിക? റേഡിയൽ മൂവ്മെൻ്റ് ആട്ടോ, റേഡിയൽ മൂവ്മെൻ്റ് ആണ് പ്രിവെൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി സ്പെസിഫിക് കണ്ടീഷൻസ്, 21ാമത്തെ ക്വസ്റ്റ്യൻ, സ്പെസിഫിക് കണ്ടീഷൻസ് ഓഫ് മിസ് അലൈൻമെൻറ്റ് ഓഫ് പമ്പ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇതിൽ കുറച്ച് മിസ് അലൈൻമെൻറ്റ് കാരണം തന്നിട്ടുണ്ട്, അതിൽ ഉൾപ്പെടാത്തത് ചോദിക്കണം കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. വെർട്ടിക്കൽ ഓഫ്സെറ്റ് എന്താണ്? നമ്മുടെ മിസ് അലൈൻമെൻറ്റിന് കാരണമാകും. വെർട്ടിക്കൽ ആംഗുലാരിറ്റി കാരണമാകും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഓഫ്സെറ്റും കാരണമാകും. സെൻട്രൽ ഓഫ്സെറ്റ് എന്ത് ചെയ്യില്ല, മിസ് അലൈൻമെൻറ്റിന് കാരണമാവില്ല എന്നാണ് പറയുന്നത്. 2ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 22, സബ്മേഴ്സിബിൾ പമ്പ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ എക്സ്ട്രാക്ഷൻ, അബ്സ്ട്രാക്ഷൻ, വാട്ടർ വെൽ ആൻഡ് ഇൻ ഓയിൽ വെൽസ് ആർ. നമ്മൾ ഉപയോഗിക്കുന്ന സബ്മേഴ്സിബിൾ പമ്പാണ്. എവിടേക്ക് ഉപയോഗിക്കുക? റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, മുനിസിപ്പൽ, അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കും. വാട്ടർ വെല്ല്, ഓയിൽ വെല്ല് എല്ലാം ഉപയോഗിക്കുന്നത് ഏതാണ്? മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പാണോ? ഇനി വെർട്ടിക്കൽ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഇനി ഇത് രണ്ടും എന്തുണ്ട്? വെർട്ടിക്കൽ ഹൊറിസോണ്ടലും ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ സിമ്പിൾ ചോദ്യമാണ്. ഏതാണ്? ഇൻ വെർട്ടിക്കൽ ക്വസ്റ്റ്യനാണ്. നമ്മൾ മൾട്ടി സ്റ്റേജ്, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന, ബോർവെല്ലിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. അത്രയും കാര്യം ഓക്കെയാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക? വെർട്ടിക്കൽ ക്വസ്റ്റ്യനിലാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെയാണ്. ഹൊറിസോണ്ടൽ ക്വസ്റ്റ്യനിലുള്ളത് നമ്മൾ ഓപ്പൺ വെല്ലൊക്കെ ചിലർ കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഓപ്പറേറ്റിംഗ് ഇൻ വെർട്ടിക്കൽ ക്വസ്റ്റ്യൻ ആട്ടോ. 23, ഇൻ ആൻ ഇൻഡക്ഷൻ മോട്ടോർ റോട്ടർ റൺ അറ്റ് എ സ്പീഡ്. ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മുടെ റോട്ടർ ഏത് സ്പീഡിലാണ് ഓടുക എന്ന് നമുക്കറിയാമല്ലേ. ഈക്വൽ ടു സ്പീഡ് ഓഫ് സ്റ്റേറ്റർ ഫീൽഡാണോ, ലോവർ ദ സ്പീഡ് ഓഫ് സ്റ്റേറ്റർ ഫീൽഡ്? തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്? ഏതാണ്? സ്റ്റേറ്റർ ഫീൽഡിനെക്കാട്ടിലും സ്പീഡ് കുറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ റോട്ടർ ഓടുക കേട്ടോ. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കേസിലാണ് കേട്ടോ. ഇനി ഗുഡ് ലൂബ്രിക്കൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗുണങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? തന്നിരിക്കുന്ന എല്ലാം ഏതാണ്? ഒരു ലൂബ്രിക്കൻറ്റിൻ്റെ ഗുണങ്ങളാണ് കേട്ടോ. ഹൈ ബോയിലിംഗ് പോയിൻറ്റ്, ലോ ഫ്രീസിംഗ് പോയിൻറ്റ്, ഹൈ വിസ്കോസിറ്റി. ഇതിൽ വിസ്കോസിറ്റി റേറ്റിംഗ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. SAE 10W50 എന്നൊക്കെ നോക്കുമ്പോൾ ഫസ്റ്റ് വാക്ക് എന്താണ്? ചൂട് കാലത്താണോ തണുപ്പ് കാലത്താണോ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ SAE 10W എന്ന് പറയുമ്പോൾ 10 എന്നുള്ളത് ഒരു 28 ഡിഗ്രിനെക്കാട്ടിലും അടിയിലല്ലേ, അപ്പോൾ തണുപ്പ് കാലത്താണ്. അപ്പോൾ ഒരു 28-നേക്കാട്ടും മുകളിലാണെങ്കിൽ എന്താണ്? അത് ചൂട് കാലത്താണ്. ഓക്കെയാണോ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഡീറ്റെയിൽ ആയി ക്ലാസ് എടുത്താണ്. അതിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൽ ഉൾപ്പെടാത്തത് നോട്ടാണ് കേട്ടോ. ഈ നോട്ടൊക്കെ എന്ത് ചെയ്യണം? എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കണ്ണിൽ പെടണം. ഏതാണ്? റെസിപ്രോക്കേറ്റിംഗ് ആണോ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ വരിക? സെൻട്രിഫ്യൂഗൽ പമ്പാണ് കേട്ടോ കറക്റ്റ് ആൻസർ വരിക. റെസിപ്രോക്കേറ്റിങ്ങും റോട്ടറി ഒന്നും അല്ല കറക്റ്റ് ആൻസർ വരിക. ഏതാണ്? സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് സ്ക്രൂ ഫാസ്റ്റനേഴ്സ് ആർ ത്രെഡഡ് അറ്റ് ബോത്ത് ദി എൻഡ്. രണ്ട് എൻഡിലും ത്രെഡ് ഉള്ളതിന് നമ്മൾ എന്ത് വിളിക്കും? സ്റ്റഡ് എന്ന് വിളിക്കും അല്ലേ. കറക്റ്റ് ആൻസർ ഏതാ? സ്റ്റഡാണ്. 28, റോട്ടറി പമ്പ്സ്. ഇത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. 28ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. റോട്ടറി പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പ്രഷർ പമ്പാണോ? മസ്റ്റ് ബി പ്രൈംഡ് ബിഫോർ ഈച്ച്. പ്രൈമിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോ ഉപയോഗത്തിന് മുന്നേ റോട്ടറി പമ്പൊക്കെ പ്രൈം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. ഏതാ ആൻസർ ഏതാ വരിക? റോട്ടറി പമ്പ് ഏതാണ്? ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. 29, ദി ബേസിക് ഓപ്പറേഷൻ ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ബേസ്ഡ് ഓൺ. ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ
പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഓപ്പറേഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ഏതാണ് കറക്റ്റ് ആൻസർ ഏതാ വരിക? അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കേട്ടോ. 30 ഡീസൽ സൈക്കിൾ ഈസ് ആൾസോ നോൺ ആസ്, ഇതൊക്കെ സിമ്പിൾ ചോദ്യമാണ്. ഏതാ വരിക? കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിളാണ് കേട്ടോ. എ ഗുഡ് ലൂബ്രിക്കൻ ജനറലി പൊസസ്, എല്ലാണ്ട് ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ വരിക. അതിൽ ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വല്ലാണ്ട് അങ്ങോട്ട് വിസ്കോസിറ്റി ഇൻഡെക്സ് കൂടാൻ, വിസ്കോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴുകാനുള്ള കഴിവിനെ എതിർക്കാനുള്ള കഴിവ് അല്ലേ, അല്ലെങ്കിൽ ഒഴുകണ്ട എന്ന് പറയാനുള്ള കഴിവാണ് ഇത് വിസ്കോസിറ്റി. അപ്പോൾ സോളിഡ് ലൂബ്രിക്കൻ്റ് ഒക്കെ ആകുമ്പോൾ അത്രത്തോളം അങ്ങോട്ട് വിസ്കോസിറ്റി കൂടാനും പറ്റില്ല, ഒരു പരിധി വരെയാണെന്ന് പറയാം കേട്ടോ. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹൈ വിസ്കോസിറ്റിയാണ്, വിസ്കോസിറ്റി ഇൻഡെക്സ് ആണ്, കുഴപ്പമൊന്നുമില്ല. 32 വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻട്രിഫ്യൂജൽ പമ്പ് ഹാസ് ഹയർ സ്പെസിഫിക് സ്പീഡ് ദാൻ അതേഴ്സ്, നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഏത് സെൻട്രിഫ്യൂജൽ പമ്പിനാണ് ബാക്കിയുള്ളതിനേക്കാളും ഹയർ സ്പെസിഫിക് സ്പീഡ് കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്? ഏതാണ്? ആക്സിയൽ ഫ്ലോ പമ്പിനാണ് സ്പെസിഫിക് സ്പീഡ് കൂടുതൽ. അപ്പോൾ നമുക്കിനി 118ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ഇൻ എ സെൻട്രിഫ്യൂജൽ പമ്പ് ദി ലിക്വിഡ് എൻറ്റേഴ്സ് ദി പമ്പ്, എല്ലാ പ്രാവശ്യവും എല്ലാ പമ്പ് ഓപ്പറേറ്ററിനും കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിനൊക്കെ ചോദിച്ച് കണ്ട ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ്? അറ്റ് ദി സെൻറ്ററാണ് കേട്ടോ. മൂന്നാമത്തെ സെൻട്രിഫ്യൂജൽ പമ്പിൽ എങ്ങനെയാണ്? സെൻറ്ററിലൂടെയാണ് ലിക്വിഡ് കയറുക. 117 ലൂബ്രിക്കേഷൻ ഈസ് നെസസറി ടു പ്രൊട്ടക്റ്റ് വിയർ ആൻഡ് ടിയർ കോസ് ഡ്യൂ ടു, ലൂബ്രിക്കേഷൻ എന്തിനാണ് കൊടുക്കുക നമുക്കറിയാം. എന്ത് കാരണമാണ് അവിടെ വിയറും ടിയറും ഉണ്ടാവുക? ഫ്രിക്ഷൻ ഫോഴ്സ് ആണോ, അതോ ഇലക്ട്രോസ്റ്റാറ്റിക് ആണോ, അതോ മാഗ്നറ്റിക് ഫോഴ്സ് ആണോ? ഓപ്ഷൻസ് വൈസ് സിമ്പിളാണ്, എല്ലാവർക്കും അറിയില്ലേ എന്താണ്. ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് കാരണമാണ് അവിടെ ഉണ്ടാവുക, വിയറും ടിയറും ചൂടും എല്ലാം ഉണ്ടാവുക. ഇനി 116 ഫോർ ദി സെയിം കപ്പാസിറ്റി എൻജിൻസ് ദി കംപ്രഷൻ റേഷ്യോ ഓഫ് ഡീസൽ എൻജിൻ, ഇത് ചോദിക്കും. സെയിം കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡീസൽ എൻജിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്തായിരിക്കും ചോദിക്കും. ലോവർ ദാൻ എസ് ഐ എൻജിൻ, ഹയർ ദാൻ എസ് ഐ എൻജിൻ, സെയിം ആസ് ദാറ്റ് ഓഫ് എസ് ഐ എൻജിൻ. ഇത് ഡീസല്, പെട്രോള്, അതുപോലെ തന്നെ ഡ്യുവൽ സൈക്കിള്, ഇത് രണ്ടിൻ്റെയും കംപ്രഷൻ റേഷ്യോ ചോദിക്കാറുണ്ട്. സെയിം കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ ഒരു കണ്ടീഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാ വരിക? ഹയർ ദാൻ കംപ്രഷൻ റേഷ്യോ ഓഫ് എസ് ഐ എൻജിനാണ് വരിക. സെയിം കപ്പാസിറ്റി ആണെങ്കിൽ നമ്മുടെ ഡീസൽ എൻജിന് കംപ്രഷൻ റേഷ്യോ കൂടുകയും എസ് ഐ എൻജിന് കംപ്രഷൻ റേഷ്യോ കുറയുകയും ചെയ്യും. 115 കൗണ്ടിങ് ഓഫ് എ പുള്ളി ഈസ് ഡൺ ടു അപ്പോൾ കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളെ പുള്ളിയുടെ മുകളിൽ നിന്നും ബെൽറ്റ് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സെൻറ്റർ ഭാഗം എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കും അല്ലേ, ഒരു കർവേച്ചർ ഒന്നും കൂടി കൂട്ടി കൊടുക്കും, നടുഭാഗം മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണെന്ത്? കൗണ്ടിങ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നത്. പ്രിവെൻറ്റ് ദി സ്ലിപ്പിംഗ് ഓഫ് എ ബെൽറ്റ്, ടു ഇൻക്രീസ് ദി ടെൻഷൻ ഓഫ് എ ബെൽറ്റ്, ടു ഇൻക്രീസ് ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട്. നൺ ഓഫ് ദീസ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നല്ലപോലെ ഡൗട്ടാകും. കാരണം നമുക്ക് ഈ സെൻറ്റർ ഭാഗം എന്താക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ടെൻഷൻ കൂടുമെന്ന് വിചാരിക്കും, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുമെന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? പ്രിവെൻറ്റ് ദി സ്ലിപ്പിംഗ് ഓഫ് ബെൽറ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൗണിങ് ഓഫ് പുള്ളി കൊടുക്കുന്നത് കേട്ടോ. പുള്ളിയുടെ മുകളിലാണ് നമ്മൾ ക്രൗണിങ് ചെയ്യുക കേട്ടോ. 114 അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എസ് ഐ എൻജിൻ. നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് ECUവിൻ്റെ ഒക്കെ സഹായത്തോടെ പെട്രോൾ ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? MPFA എഞ്ചിൻ എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ സോൾഡ് ഇഞ്ചക്ഷൻ എഞ്ചിൻ എന്നൊക്കെ. ഇത് കാർബറേറ്ററിനെക്കാട്ടിലും ഒന്നുകൂടി നല്ലതാണ് ഇത് ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിക്കുന്നത്. ലോ ഇനീഷ്യൽ കോസ്റ്റ് ആണോ? അല്ല, ഒരിക്കലും അല്ല. പിന്നെ ലോ മെയിൻ്റെനൻസ് അല്ല. ഇൻക്രീസ് വോളിയോമെട്രിക് എഫിഷ്യൻസി ഏതായിരിക്കും? അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? അതിൻ്റെ വോളിയോമെട്രിക് എഫിഷ്യൻസി എന്തായിരിക്കും? വളരെയധികം കൂടും കേട്ടോ. കാർബറേറ്റഡ് എഞ്ചിനെക്കാട്ടിലും കൂടുതൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന SI എഞ്ചിനിൽ നല്ല പോലെ വോളിയോമെട്രിക് എഫിഷ്യൻസി കൂടും. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ 2 സ്ട്രോക്ക് എഞ്ചിൻ. 2 സ്ട്രോക്ക് എഞ്ചിനിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കണം കേട്ടോ, ആസ് കമ്പയർഡ് ടു 4 സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ താരതമ്യം ചെയ്യുമ്പോൾ 2 സ്ട്രോക്കിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കി നോക്കാം. ലെസ് കൂളിംഗ് ഈസ് റിക്വയർഡ്, ഗ്രേറ്റർ ലൂബ്രിക്കേഷൻ ഈസ് റിക്വയർഡ്, മോർ യൂണിഫോം ടോർക്ക് ഓൺ ക്രാങ്ക് ഷാഫ്റ്റ്, കംപ്ലീറ്റ് എക്സോസ്റ്റ് പ്രൊഡക്ട്സ് ഓഫ് കമ്പസ്റ്റൻ. നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ ചിലർക്ക് നല്ല ഡൗട്ട് അടിക്കും. അതിൽ 4ാമത്തെ ഓപ്ഷൻ നോക്കി നോക്കാം. കംപ്ലീറ്റ് എക്സോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ.
കത്തിത്തീർന്ന വാദങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും പുറന്തള്ളുന്ന പറയുന്നത് ഇതിൽ 2 സ്ട്രോക്കിൽ നമുക്കറിയാം സ്കാവഞ്ചിങ് എന്ന് അറിയുന്ന പ്രോസസ്സ് അറിയാം അല്ലേ. അതായത് എന്ത് ചെയ്യും, ഫ്രഷ് ചാർജിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മുഴുവൻ എക്സോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തോട്ട് എക്സോസ്റ്റ് പോർട്ടിലൂടെ പുറത്തോട്ട് വിടും. അത് നല്ലൊരു ഓപ്ഷനാണ്, തെറ്റല്ല. മോർ യൂണിഫോം ടോർക്ക് ഓൺ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്കറിയാം അല്ലേ, 2 സ്ട്രോക്ക് എഞ്ചിന്. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ പവർ സ്ട്രോക്കും കിട്ടും. അപ്പോൾ ചെറിയ ഫ്ലൈ വീൽ ഉപയോഗിച്ചാൽ മതി അല്ലേ, ചെറിയ ഫ്ലൈ വീൽ ഉപയോഗിച്ചാൽ മതി. അതൊക്കെ ഈ മൂന്നാമത്തെ. അപ്പോൾ മോർ യൂണിഫോം ടോർക്ക് എന്താണ്, കറക്റ്റ് ഓപ്ഷനാണ്. ഇനി ഗ്രേറ്റർ ലൂബ്രിക്കേഷൻ ഈസ് റിക്വേർഡ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ലെസ് കൂളിംഗ് ഈസ് റിക്വേർഡ്, ലെസ് കൂളിംഗ് അല്ല, അത്യാവശ്യം നല്ല കൂളിംഗ് വേണം. നിങ്ങൾ യമഹയുടെ വണ്ടിയുടെ എയർ കൂളിങ്ങിൻ്റെ ഫിന്നിൻ്റെ വലിപ്പം കണ്ടിരിക്കണം നിങ്ങൾ, അത് തന്നെയാണ് ഇതിനുള്ള കറക്റ്റ് ആൻസർ. അപ്പോൾ ഏതാണ്, ഒന്നാമത്തെയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അത്യാവശ്യം നല്ല കൂളിംഗ് വേണം. 112 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ 4 സ്ട്രോക്ക് സി എഞ്ചിൻ. തന്നിരിക്കുന്നതിൽ എന്തൊക്കെ തന്നിരിക്കുന്നത്, അത് ഏതാണ്? ഇത് ഓപ്ഷൻ സിമ്പിളാണല്ലോ. സി എഞ്ചിനിൽ, അതായത് ഡീസൽ എഞ്ചിനിൽ അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനിൽ ഉപയോഗിക്കാത്ത ആളാരാന്ന് ചോദിക്കുന്നത്. ഫ്യൂൽ പമ്പ് നമ്മൾ ഉപയോഗിക്കും, സ്പാർക്ക് പ്ലഗ് നമ്മൾ ഉപയോഗിക്കത്തില്ല, ഫ്യൂൽ ഇഞ്ചക്ഷൻ നമ്മൾ ഉപയോഗിക്കും, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൽവ് ഉപയോഗിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് നോക്കാണ്ട കേട്ടോ. 111 ഫോർ എ കീ ടു ഫങ്ഷൻ ദി ഷാഫ്റ്റ് ആൻഡ് റൊട്ടേറ്റിംഗ് മെഷീൻ എലമെൻറ്റ് മസ്റ്റ് ഹാവ്. അതെ, ഫോർ എ കീ ടു ഫങ്ഷൻ ദി ഷാഫ്റ്റ് ആൻഡ് റൊട്ടേറ്റിംഗ് മെഷീൻ എലമെൻറ്റ് മസ്റ്റ് ഹാവ് എന്ത് വേണം, ആ കീ ഇരിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ എന്ത് ചെയ്യണം, കീ സ്ലോട്ട് വേണ്ടേ, അല്ലെങ്കിൽ കീ സീറ്റ്. ഇവിടെ കീ സീറ്റ് എന്നാണ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ. അപ്പോൾ കീ സീറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ടിൻ്റെ മുകളിൽ എന്താണ്, കീ സീറ്റ് വേണം. ബോത്ത് കീ വേ ആൻഡ് കീ സീറ്റ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ആട്ടോ. അതായത് വരക്കാനിപ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ എഴുതിക്കോ, ഷാഫ്റ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു റീസസ് വെക്കും, അതുപോലെ പുള്ളിയുടെ മുകളിൽ ഒരു റീസസ് വെക്കും അല്ലേ. അപ്പോൾ രണ്ടും കറക്റ്റ് ഓപ്ഷനാണ്, 3 കറക്റ്റ് ആൻസർ കേട്ടോ. 110 വിച്ച് ഓഫ് ദീസ് ഈസ് എ സിന്തറ്റിക് റോപ്പ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ. റോപ്പ്, അതുപോലെ തന്നെ ആ നമ്മൾ നോട്ടുണ്ടല്ലോ, നോട്ട് കെട്ടൽ, കയറിൻ്റെ കെട്ടൽ, അതെല്ലാം സിലബസിൽ വ്യക്തമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 110 വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദീസ് ഈസ് എ സിന്തറ്റിക് റോപ്പ്. ഹെംബ് റോപ്പ്, മനീല, നൈലോൺ റോപ്പ്. ഈ ഹെംബിയാണൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അതൊക്കെ നാച്ചുറലി അവൈലബിൾ ആണ് മെറ്റീരിയലാണ്. പക്ഷേ നൈലോൺ എന്താണ്, ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വൈസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 110 ഓപ്ഷൻ ഏതാ വരിക, 3 കറക്റ്റ് ആൻസർ വരിക. ഏതാണ്, നൈലോൺ ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ്, അതുകൊണ്ട് സിന്തറ്റിക് റോപ്പാണ് നൈലോൺ റോപ്പ്. 109 ക്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ. ക്രെയിൻസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക, നമുക്കറിയാം ലിഫ്റ്റിങ്ങിനാണെന്ന് ഉപയോഗിക്കുക. പക്ഷേ ഓപ്ഷൻസ് മുഴുവൻ വായിച്ചു നോക്കണം. ലിഫ്റ്റിംഗ് ആൻഡ് ലോവറിങ്, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ, ബോത്ത് ലിഫ്റ്റിംഗ് ആൻഡ് ലോവറിങ് ആൻഡ് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കുക. കറക്റ്റ് ആൻസർ ഏതാ വരിക, അപ്പോൾ 109 എല്ലാം വരും കേട്ടോ. ബോത്ത് ലിഫ്റ്റിംഗ് വരും, ലോവറിങ് വരും, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. ഇത് 3 കറക്റ്റ് ആൻസർ ആണ്. അപ്പം ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ. 108 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ പ്രഷർ സെൻസിങ് എലമെൻറ്റ്. പ്രഷർ സെൻസ് ചെയ്യുന്ന എലമെൻറ്റ് കേട്ടോ. നല്ല ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ബെല്ലോസ്, ബോർഡ് ആൻഡ് ട്യൂബ്, ഡയഫ്രം, ആൾ ഓഫ് ദീസ്. ഡയഫ്രത്തിൻ്റെ മുകളിൽ നിങ്ങൾ കൈ കൊണ്ട് തൊട്ട് വെക്കും, അല്ലെങ്കിൽ ബലൂണിൻ്റെ മുകളിൽ അത് ഡിഫ്ലക്റ്റ് ആവില്ലേ. അപ്പോൾ എല്ലാം ബെല്ലോസും ബോർഡ് ആൻഡ് ട്യൂബും ഡയഫ്രം. നമ്മൾ വെറും വിചാരിക്കുക ബോർഡ് ആൻഡ് ട്യൂബ് എന്നാണ്, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർഡ് ആൻഡ് ട്യൂബ് മാനോമീറ്റർ എന്നൊക്കെ നമ്മൾ ഓർമ്മ വരും. പക്ഷേ ഇതിലെല്ലാം എന്താണ്, പ്രഷർ സെൻസ് ചെയ്യണ എലമെൻറ്റാണ്. ഒരു ഡിഫ്ലക്റ്റ് അവിടെ ഉണ്ടാവില്ലേ, അതാണ് സെൻസിങ്. ഓക്കെ ആണോ, ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ. 107 വിച്ച് ഓഫ് ദീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ചാർജ് എയർ ഫ്രം ദി വാട്ടർ പൈപ്പ് ലൈൻ. ഏത് വാൽവാണ് നമ്മൾ പൈപ്പ് ലൈനിൽ കൂടെ പോണ എയറിനെ എടുത്ത് ഒഴിവാക്കിയിട്ട് പൈപ്പിൻ്റെ പുറത്തോട്ട് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നത്. എയർ റിലീഫ് വാൽവ്, പ്രഷർ റിലീഫ് വാൽവ്, ആറ്റിറ്റ്യൂഡ് വാൽവ്, സ്ലൂയിസ് വാൽവ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ തന്നിരിക്കുന്ന ഓരോ വാൽവിൻ്റെയും ഫംഗ്ഷൻ നിങ്ങൾ പഠിക്കണം. ഈ ഓപ്ഷൻസ് വൈസ് സിമ്പിളാണ്. എയർ റിലീഫ് വാൽവാണ്, പ്രഷർ റിലീഫ് വാൽവിൻ്റെ ഫംഗ്ഷൻ പഠിക്കണം, ആറ്റിറ്റ്യൂഡ് വാൽവിൻ്റെയും സ്ലൂയിസ് വാൽവിൻ്റെയും ഫംഗ്ഷൻ പഠിക്കണം. സ്ലൂയിസ് വാൽവ് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. എക്സാമിന് അധികം സമയമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. 106 ഗേറ്റ് വാൽവ് ആർ മെയ്ഡ് ഓഫ് ഡാഷ് വിത്ത് ബ്രാസ് മൗണ്ട്. ഗേറ്റ് വാൽവ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണോ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണോ, കാസ്റ്റ് ആണ് കൊണ്ടാണ് ഉണ്ടാക്കുക. ഓപ്ഷൻസ് വൈസ് സിമ്പിളാണല്ലേ, എന്താണ്, കാസ്റ്റ് ആണ് കൊണ്ടാണ് ഉണ്ടാക്കുക. ഓക്കെ ആണോ, ബ്രാസ് മൗണ്ടിങ് ഉണ്ടാവും. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഗേറ്റ് വാൽവ് ആർ മെയ്ഡ് ഓഫ് CI അല്ലെങ്കിൽ കാസ്റ്റ് അയൺ വിത്ത് ബ്രാസ് മൗണ്ടിങ്സ്. 105 ഇൻ ആൻ ഇൻഡക്ഷൻ മോട്ടോർ റോട്ടോർ സ്പീഡ് ഈസ് ആൾവേസ്. നമ്മൾ
ഇതേ വീഡിയോയിൽ കുറച്ച് മുമ്പ് അല്ലേ ഫസ്റ്റ് ലെവൽ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേ സാധനം ഒന്ന് തിരിച്ച് ചോദിച്ചിട്ടുണ്ടാണ്. ഇനി ഇൻഡക്ഷൻ റോട്ടോ സ്പീഡ് എന്തായിരിക്കും? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കും. എന്താണ്? ലെസ് ദാൻ സ്റ്റേറ്റർ സ്പീഡാണ് കേട്ടോ കറക്റ്റ് ഓപ്ഷൻ വരിക. 104 ദി ഫ്രെയിം ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചില ലോസുകളുണ്ട്, ആ ലോസുകളെ പറ്റിയിട്ട് എന്തായാലും പഠിക്കണം. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഫ്രെയിം എങ്ങനെയാണ്? കാസ്റ്റ് ആണ് കൊണ്ടാണോ, സിലിക്കൺ സ്റ്റീലാണോ, അലുമിനിയം കൊണ്ടാണോ നിർമ്മിക്കുക എന്ന് ചോദിക്കുന്നത്. ഏതാണ്? നമ്മൾ കാസ്റ്റ് ആണ് കൊണ്ടാണ് നിർമ്മിക്കുക കേട്ടോ. പിന്നെ കോറിൻ്റെ മെറ്റീരിയൽ പഠിക്കണം. എന്തുകൊണ്ടാണ് കോറ് അതുകൊണ്ട് നിർമ്മിക്കുന്നത് പഠിക്കണം. 103 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സാമ്പിൾസ് ഓഫ് റോട്ടറി ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ പറഞ്ഞാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പോലെ തന്നെ റോട്ടറി ഉണ്ട്. റോട്ടറിയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞാണ്. വെയിൻ പമ്പ്, ഗിയർ പമ്പ്, റോട്ടറി പിസ്റ്റൺ പമ്പ്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? എല്ലാം വരും കേട്ടോ. 103 4 കറക്റ്റ് ഓപ്ഷൻ വരിക. 102 ഇൻ an instrument which measures insulation resistance. ഇൻസുലേഷൻ റെസിസ്റ്റൻ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെൻ്റ് ആട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും മൊത്തം വായിച്ചു നോക്കാം. ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് മെഷേഴ്സ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് റിലേറ്റീവ് ടു എർത്ത് ആൻഡ് വൺ അനദർ ഈസ്. പക്ഷെ വായിക്കാൻ ചിലവർക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ വായിച്ച അതേ എന്താണ് മെഗറാണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. നമ്മൾ ഇതുവരെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആൻസർ വരും. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഗർ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ മൊത്തം വായിച്ചു നോക്കുക, മെഗറാണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ഇനി 101 സിംഗിൾ ഫേസ് എനർജി മീറ്റർ മെഷേഴ്സ് ഇലക്ട്രിക് എനർജി. ഈ സിംഗിൾ ഫേസ് എനർജി മീറ്ററിൽ വരുന്ന എററിൻ്റെ പേര് ക്രീപ്പ് എറർ അല്ലേ? അതിങ്ങനെ സ്ഥാനേ ഓടിക്കൊണ്ടിരിക്കുന്നുള്ള ആ ഒരു ഓപ്ഷനൊക്കെ അല്ലേ? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 101 സിംഗിൾ ഫേസ് എനർജി മീറ്റർ മെഷേഴ്സ് ഇലക്ട്രിക് എനർജി. എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ വീട്ടിലും ഇതാണ് ആ ബില്ലിൽ ഉണ്ടാവുക. കിലോ വാട്ട് ഹവർ അല്ലേ? കിലോ കെ വാട്ട് WH ഹവർ KWH. സിമ്പിൾ ഓപ്ഷനാണ്, എല്ലാവർക്കും അറിയാം. ഏതാണ്? 2 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ക്യാൻ ബി മെഷേർഡ് ബൈ മൾട്ടിമീറ്ററിലെ നമുക്ക് വേറൊരു പേരും കൂടി പറയും, VOI മീറ്റർ എന്നൊക്കെ പറയില്ലേ? എന്തുകൊണ്ടാണ്? അതിൽ ആ 3 ക്വാണ്ടിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യുക? അളക്കാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ അപ്പോൾ തന്നെ കിട്ടിയില്ലേ? ഏതാ വരിക? ഏതൊക്കെ വരിക? VOI അല്ലേ? കറൻറ്റ് വോൾട്ടേജ് റെസിസ്റ്റൻസ് വരും അല്ലേ? എന്ന് പറയുന്നത് ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. പക്ഷേ ഫ്രീക്വൻസി എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മൾട്ടിമീറ്റർ കൊണ്ട് അളക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോട്ടാണ്. എന്നാണ് ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യില്ല? അളക്കാൻ പറ്റില്ല. ഞാനിവിടെ ഓൾ ഓഫ് ദീസ് എന്നാണ് ആദ്യം ഓപ്ഷൻ വായിച്ച് ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കിയില്ല. പിന്നെയാണ് എനിക്ക് ഇവിടെ ഫ്രീക്വൻസി കണ്ടത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും 2 വട്ടം വായിക്കുക. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് റെസിസ്റ്റൻസ്? ഏതാണ് ഓപ്ഷൻ വൈസ് തന്നെ? അതിൻ്റെ പേര് കണ്ടില്ലേ? ഏതാണ് വരിക? ഓം മീറ്റർ അല്ലേ? ഓമാണ് അതിൻ്റെ യൂണിറ്റ് കേട്ടോ. ഇനി 98 വിച്ച് വൺ ഓഫ് ദീസ് ഈസ് ദി കറക്റ്റ് ISO സിമ്പിൾ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ സിമ്പിളാണ്. ടു വാൺ അഗെയിൻസ്റ്റ് ഇലക്ട്രിക് കറണ്ട് അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർണിംഗ് സൈൻ തന്നിരിക്കുന്നത് 1, 2, 3 ആണോ 4 ആണോ അതോ എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. എല്ലാം നമുക്കറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. ഏതാണ് വരിക? ഇതാണ് വരിക കേട്ടോ. 3 ആണ് ഓപ്ഷൻ വരിക. ഒരു ഇടിമിന്നലിൻ്റെ ചിഹ്നം ട്രയാങ്കുലർ ബോർഡിൽ മഞ്ഞ, ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്കിൽ ഇടിമിന്നൽ ചിഹ്നം. 97 ഡു നോട്ട് യൂസ് അപ്ലയൻസസ് ഡാമേജ്ഡ് വയേഴ്സ് എക്സ്പോസ്ഡ് വർക്കിംഗ് പ്രോപ്പർലി ബോത്ത് ഡാമേജ് ആണ് വയേഴ്സ്. ഓപ്ഷൻ വൈസ് എന്തായിരിക്കും? സിമ്പിൾ ആണല്ലേ? ഏതാണ്? 4 കേട്ടോ. നമ്മൾ വയർ ഇൻസുലേഷനൊക്കെ പൊട്ടിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ കേടായതോ ആയ എക്യുപ്മെൻറ്റ് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ്. പ്രവർത്തിപ്പിക്കരുത്, ശ്രമിക്കുകയും ചെയ്യരുത്. 96 വെൻ വർക്കിംഗ് വിത്ത് ഇലക്ട്രിക്കൽ കമ്പൗണ്ട് യു ഷുഡ് സേഫ്റ്റി ഉണ്ടോ? ഇലക്ട്രിക്കൽ കമ്പൗണ്ട് ഇതാക്കുമ്പോൾ റൺ അറൗണ്ട് ദി റൂം, ഫോളോ ദി ആൾ റിട്ടേൺ പ്രൊസീജിയേഴ്സ്, ഡോണ്ട് ഫോളോ ആൾ റിട്ടേൺ. ഓപ്ഷൻ വൈസ് ഏതാണ്? 96 എന്താ വരിക? ഫോളോ എല്ലാ പ്രൊസീജിയറും എന്ത് ചെയ്യണം? നമ്മൾ പാലിക്കണം. നമ്മളെ ഗ്ലൗസിൻ്റെ കാര്യം, അതായത് കറണ്ടിനെ കടത്തിവിടാത്ത ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ, പിന്നെ അടിയിൽ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ, നമ്മൾ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. 95 ഫോർ ഹൗസ് ഹോൾഡ് വയറിംഗ് ആൻഡ് സ്മാൾ യൂണിറ്റ് ദി ഫോളോയിങ് ഷുഡ് ബി യൂസ്ഡ് ഫോർ സേഫ്റ്റി മെഷേഴ്സ്. MCB ആണോ, ACB ആണോ, OCB ആണോ, MCCB ആണോ? നമ്മൾ ചെറിയ വയറിങ്ങിൽ നമ്മൾ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാം. ഓപ്ഷൻ വൈസ് സിമ്പിളാണല്ലേ? ഏതാ വരിക? MCB. അതിൻ്റെ ഫുൾ ഫോം ആയിക്കോട്ടോ. 94
ദി കട്ടിംഗ് ടൂൾ റിമൂവ്സ് ദി മെറ്റൽ ഫ്രം വർക്ക് പീസ് ഇൻ ദി ഫോം ഓഫ് ചിപ്സ് ആണല്ലേ. ഇതാണ് 94 3 ചിപ്സാണ് എന്ത് ചെയ്യുക അങ്ങനെ റിമൂവ് ചെയ്യുക. പക്ഷേ ഇതാണ് സിലബസിൽ ഏതാ ടോപ്പിക് എന്ന് എനിക്ക് എഴുതിയിട്ടില്ല. ബേസിക് ടൂൾസ് പമ്പിൻ്റെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഉണ്ടാവും. ഇതെന്നാലും പഠിച്ചോളൂ. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കട്ടിംഗ് ടൂൾ മസ്റ്റ് ബി. നമുക്ക് ജസ്റ്റ് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, നമുക്ക് നോക്കി നോക്കാം. കട്ടിംഗ് ടൂളിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്തായിരിക്കണം എന്ന് ചോദിക്കുന്നത്. ഹൈ ആയിരിക്കണം, ലോ ആയിരിക്കണം, വെരി ലോ ആയിരിക്കണം എന്ന് ചോദിക്കുന്നത്. എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. കാരണം എന്ത് ചെയ്യും, ഈ ടൂളും ഈ വർക്ക് പീസും തമ്മിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഹീറ്റ് ഉണ്ടാവും. അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യണം, പുറത്തോട്ട് കളയണം. ഓക്കെ ആണോ? ഇനി 92 വിച്ച് ഫാസ്റ്റ്നസ് പ്രിവെൻറ്റ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ പാർട്സ് ബീങ് കണക്റ്റഡ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ. തന്നിരിക്കുന്ന ഫാസ്റ്റനർ മെറ്റീരിയലിൽ കണക്ട് ചെയ്ത പാർട്ടുകളെ തമ്മിൽ ഒരു മോഷനും അനുവദിക്കാത്ത ആളാരാണെന്ന് ചോദിക്കുന്നത്. സെറ്റ്, സ്ക്രൂ, ബോൾട്ട്, സ്റ്റഡ്, ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഏതാ വരിക? സെറ്റ് സ്ക്രൂ കേട്ടോ. ബോൾട്ട് സ്റ്റഡൊക്കെ നമ്മൾ മുറുക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഒരു റിലേറ്റീവ് മോഷനൊക്കെ കിട്ടും. 91 ദി ഏരിയാസ് കംസ് അണ്ടർ ദി പമ്പ് മെയിൻ്റെനൻസ് പ്രോഗ്രാം ആർ. പമ്പ് മെയിൻ്റെനൻസിൽ നമ്മൾ ഏതൊക്കെ ഏരിയയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഒന്നാമത്തെ പമ്പ് പെർഫോമൻസ് നോക്കണം, പമ്പ് സിസ്റ്റം അനാലിസിസ് നോക്കണം, വൈബ്രേഷൻ നോക്കണം, ബിയറിംഗ് ടെമ്പറേച്ചർ നോക്കണം. അപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ലേ? എന്താണ്? ഡി ആണ്. ഓൾ ഓഫ് ദീസ് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. 90 കൊറോഷൻ ഇൻ പമ്പ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു. പമ്പിൽ എങ്ങനെ തുരുമ്പുണ്ടാവുമെന്ന് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലേ? എന്താണ്? ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് കാരണം എന്ത് ചെയ്യും, അതിലുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം വെള്ളം അടിച്ചു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും, അതിൽ തുരുമ്പിൻ്റെ അംശം അവിടെ ഉണ്ടാവും. ഓക്കെ ആണോ? ഇതൊന്നുമല്ല കേട്ടോ, ഇതൊന്നുമല്ല ഓപ്ഷൻ. പ്രഷർ ഫയർ അല്ല, ഡ്രാഫ്റ്റ് ട്യൂബ് അല്ല, ടാങ്ക് ഡയമെൻഷൻ അല്ല. ആൻസർ ഏതാ വരിക? ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇനിയിപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, മില്ലിൽ വെളിച്ചെണ്ണ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പമ്പാണെങ്കിൽ അതിൽ തുരുമ്പ് പിടിക്കത്തില്ല. ഇനി റെസിപ്രോക്കറ്റിംഗ് പമ്പ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു. നല്ലൊരു ചോദ്യമാണ്. ഡ്രാഗ് ഫോഴ്സ്, നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, ഷോക്ക് വേവ്, ഫ്ലോ സ്പീഡ്. ഏതാ കറക്റ്റ് ആൻസർ വരിക? സിലിണ്ടേഴ്സിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റെസിപ്രോക്കറ്റിംഗ് പമ്പിന് എന്ത് ചെയ്യുക, സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ് അല്ലേ. സിംഗിൾ സിലിണ്ടർ ആണെങ്കിൽ എന്താണ് സിംഗിൾ ആക്ടിങ്, ഡബിൾ സിലിണ്ടർ ആണെങ്കിൽ ഡബിൾ ആക്ടിങ്. പിന്നെ റെസിപ്രോക്കറ്റിംഗ് പമ്പ് ആകുമ്പോൾ പിന്നെ ഡബിൾ ആക്ടിങ് ഉണ്ട്. പിന്നെ വി വെച്ചിട്ടൊക്കെ നമുക്ക് ആക്ട് ചെയ്യുക, അതും സിലിണ്ടർ ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. വി വെച്ചിട്ടുള്ള പമ്പ് ഇപ്പോൾ കണ്ടുവരാറുണ്ട്. ഇനി റെസിപ്രോക്കറ്റിംഗ് പമ്പ് ഈസ് എ നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. സിമ്പിൾ, ഓപ്ഷൻസ് വൈസ് സിമ്പിൾ. നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ വീണ്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. റെസിപ്രോക്കറ്റിംഗ് പമ്പ് ഈസ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. പമ്പ് കാവിറ്റേഷൻ ഈസ് പ്രിവെൻറ്റഡ് ഇൻ. കാവിറ്റേഷൻ നമ്മൾ ഏതിലാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? സബ്മേഴ്സിബിൾ, ജെറ്റ് പമ്പ്, ബോത്ത് സബ്മേഴ്സിബിൾ ആൻഡ് ജെറ്റ് പമ്പ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഏതാ വരിക? സബ്മേഴ്സിബിൾ പമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാവിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യുക. കാരണം അതിൽ ഓൾറെഡി അങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയായിരിക്കും അല്ലേ. ഇനി 86 റോട്ടറി ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്സ് ആർ സൂട്ടബിൾ ഫോർ ഹാൻഡ്ലിങ്. റോട്ടറി ഡിസ്പ്ലേസ്മെൻറ്റ് വേണ്ടി ഏത് ഇതിനാണ് സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. നോക്കി നോക്കാം. ഓയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഗ്രിറ്റി ലിക്വിഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ബോത്ത് ഓയിൽ ആസ് വെൽ ആസ് ഗ്രിറ്റി ലിക്വിഡ് ഒന്ന് നോക്കട്ടെ കേട്ടോ. തരിയുള്ള. ഓക്കെ, അപ്പോൾ ഗ്രിറ്റി ലിക്വിഡ് ഏതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉമി, അരിപ്പൊടി, അതുപോലത്തെ വലിയ വലിയ പ്ലാന്റിലൊക്കെ നമ്മൾ ചില പമ്പുകൾ ഇങ്ങനത്തെ പൊടികളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചോദിച്ച പമ്പ് ഇപ്പോൾ ഏതാ? റോട്ടറി ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് അങ്ങനത്തെ തരിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു കേട്ടോ. ഏതിനാണ് റോട്ടറി ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് ഏതിനാണ് ഉപയോഗിക്കുക? ഓയിൽസിനാണ് ഉപയോഗിക്കുക കേട്ടോ. ഒന്നാണ് കറക്റ്റ് ആൻസർ. സബ്മേഴ്സിബിൾ പമ്പ്സ് ആർ യൂസ്ഡ്. സബ്മേഴ്സിബിൾ പമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാമെന്ന് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സീവേജ് പമ്പിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ജനറൽ ഇൻഡസ്ട്രിയൽ പമ്പിങ് ഉപയോഗിക്കാറുണ്ട്. വാട്ടർ വെൽസിൽ ഉപയോഗിക്കാറുണ്ട്. ഈ സീവേജ് പമ്പിങ്ങിൻ്റെ ഉദാഹരണമാണ് ഇത്. നമ്മളെ മീൻകുളമൊക്കെ വറ്റിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിലൊക്കെ സ്ഥാപിക്കില്ലേ, അതെല്ലാം സബ്മേഴ്സിബിൾ പമ്പാണ് കേട്ടോ.
അപ്പോൾ അതൊന്നും ഒരു കൺഫ്യൂഷൻ അടിക്കുക വേണ്ട. സീവേജ് പമ്പിന് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സീവേജ് പമ്പിന് ഇമ്പല്ലറിൽ വ്യത്യാസം ഉണ്ടാവും. ക്ലോസ്ഡ് ഇമ്പല്ലർ ഉണ്ട്, സെമി ക്ലോസ്ഡ് ഉണ്ട്, ഓപ്പൺ ഇമ്പല്ലർ ഉണ്ട്. അത് ക്ലോസ്ഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ ഇമ്പല്ലറിൻ്റെ ഇടയിൽ വന്നിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ പമ്പ് ചെയ്യില്ല. സെമി ക്ലോസ്ഡ് ആകുമ്പോൾ ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കും, ഒരു ഭാഗം ക്ലോസ്ഡ് ആയിരിക്കും. ഓപ്പൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ മറ്റേ വണ്ടിയുടെ ഇതിൽ കാണുന്ന മാതിരി ജസ്റ്റ് രണ്ട് സൈഡിലും മറയില്ലാത്ത സാധനമായിരിക്കും, അത് പെട്ടെന്നൊന്നും അടയത്തില്ല. ആ ഒരു പോയിൻ്റാണ് ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. സീവേജ് പമ്പിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, സീവേജ് പമ്പിൽ ഉപയോഗിക്കുന്ന പമ്പിൻ്റെ പ്രത്യേകത ഓപ്പൺ ഇമ്പല്ലർ, സെമി ക്ലോസ്ഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ്. അപ്പോൾ ഇതിലാണ് ഓപ്ഷൻ വരിക. അപ്പോൾ അങ്ങനത്തെ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഓപ്പൺ ഇമ്പല്ലർ ഉപയോഗിക്കുക കേട്ടോ.